Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ദൈവഭാഗ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യമെടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 34 അധ്യായം നമുക്ക് വായിക്കാം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇന്ന് യാഥാർത്ഥ്യമായി അറിയുന്നു. ഈ സന്ദർഭം എന്താണെന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിയുടെ ഭവനത്തിൽ പത്രോസ് വരുന്ന ഒരു ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. ആ പത്രോസ് വരുമ്പോൾ കൊർന്നല്യോസ് ആ ശതാധിപനായ ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ അനേക നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ദൈവ സദനങ്ങൾ ഉണ്ടാക്കുകയും അനേകവരെ രക്ഷിക്കുകയും അനേകപേർക്ക് വലിയ ധനസഹായങ്ങൾ ചെയ്യുകയും ആ ദേശത്തിലെ മാന്യ വ്യക്തിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തത്തക്കവണ്ണം ആ മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ ദൈവാത്മാവിൽ കണ്ടതുകൊണ്ട് അവിടെ അവൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ദൂതനെ പ്രത്യക്ഷമാകാൻ സാധ്യമായത്, അത് മുഖാന്തരം പത്രോസിനെ വിളിക്കാൻ ഇടയായത്. ആ പത്രോസ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ പത്രോസിൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത്. പത്രോസ് ആ മനുഷ്യനെ എണീറ്റ് നിൽക്കുക, ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യൻ എത്രയെന്ന് പറയുന്നത്. അപ്പോൾ എത്ര വിലപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ആശംസകളും, ഒരു വ്യക്തിയുടെ എത്രമാത്രം, അതായത് എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാ ജനത്തെയും ഒന്നായി കാണുവാനും കർത്താവ് എത്ര അതിമനോഹരമായ തരത്തിൽ ഈ പത്രോസിലൂടെ അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏത് ജാതിയിലും ഏത് മതത്തിലും കർത്താവിനെ സ്വീകാര്യമായി അവൻ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ഏതൊരു മനുഷ്യനും അവൻ രക്ഷകനും ദൈവവുമായി തന്നെയായിരിക്കും. തീർച്ചയായും വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങളാൽ ഭവിക്കുമാറാകും. ദൈവം നന്മകളായി നിറയ്ക്കുമാറാകും. ഓരോ ജീവിതത്തിലെ വ്യക്തിപരമായിട്ട് കാണുന്ന ഈ ദേശത്തിൽ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുപാട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ആ സഭ ഈ സഭ ഇങ്ങനെയുള്ള സഭകളൊന്നുമല്ല. പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സഭയുടെ മേലധികാരങ്ങളൊന്നുമില്ല. സർവ്വജനവും ദൈവത്തിൻ്റെ വകയാണ്. നാം ഓരോരുത്തരാണ് ഈ ഭൂമിയിൽ ഈ മതക്കാർ, ആ മതം ഈ മതം, ആ പള്ളി ഈ പള്ളി എന്ന്. കർത്താവിന് അങ്ങനെ ഒന്നുമേയില്ല. മനുഷ്യനെ ഒന്നായി ഒരുപോലെ കാണുന്നതാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ഉറപ്പിച്ച്, ഇത് എൻ്റെ ദൈവവും എൻ്റെ രക്ഷിതാവും എൻ്റെ പിതാവുമായി സ്വീകരിക്കുന്നവൻ അവൻ്റെ ജീവിതം ഏറ്റവും നല്ല നിലവാരമുള്ളതും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നതും അവരുടെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ദൈവം ഉയർത്തുന്നതുമായിരിക്കും. ഈ തിരുവചനങ്ങളിൽ നിന്നും ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഭക്തിയോടെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ മുന്നിലും എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കും. ഇത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.